നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ, പ്രത്യേകിച്ചും സഖ്യകക്ഷിയായി CPIM-നെ സംബന്ധിച്ചിടത്തോളം CPI-യും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒക്കെയാണുള്ളത്. മാണി വിഭാഗത്തിന് 12 സീറ്റുകൾ കൊടുത്തു. ഇതിൽ ഇത്തവണ മാണി വിഭാഗത്തിന് 3-4 സീറ്റുകൾ ജയിക്കാൻ കഴിയുമായിരിക്കും. അതിനപ്പുറത്തേക്കില്ല. പാല അടക്കമുള്ളിടത്ത് വീണ്ടും പരാജയം തന്നെയായിരിക്കും. അതൊരുപക്ഷെ മാണി സി കാപ്പൻ്റെ മേന്മ കൊണ്ടൊന്നുമല്ല, പ്രത്യേക അന്തരീക്ഷം കൊണ്ടാണ്. ഷോൺ ജോർജ് പാലായിൽ ഇറങ്ങുന്നു. അത് മാണി സി കാപ്പന് അൾട്ടിമേറ്റായി ഗുണം ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫ് ഗ്രൂപ്പിന് അദ്ദേഹം മാറി നിന്ന് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു വലിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസിന് ഇത്തവണ 95 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ 40 അതിൽ കൂടുതലോ സീറ്റുകൾ വിജയിക്കുകയും മറ്റുള്ളത് സഖ്യകക്ഷികൾ നേടിയെടുക്കുകയും മോശമല്ലാത്ത തരത്തിൽ നേടിയെടുക്കുകയും ചെയ്താൽ 75-ൽ കൂടുതൽ സീറ്റുകൾ UDF-ന് സുഖമായി ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളാണ് കോൺഗ്രസ് UDF സഖ്യം ആ മണ്ഡല കണക്കുകൾ പുറത്തു വരുമ്പോൾ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് അസംബ്ലി ലീഡ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. 80 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയേക്കാം, എന്നാൽ കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. 57ഓളം മണ്ഡലങ്ങൾ ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കുന്ന, 15 കൊല്ലത്തിൽ കൂടുതലായി ജയിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ 25 മണ്ഡലങ്ങൾ മാത്രമേ കോൺഗ്രസും UDF-ഉം മൊത്തത്തിൽ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലങ്ങളുള്ളൂ. ലീഗിനെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതലും UDF-ൽ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലങ്ങളുള്ളത്. ഇവിടെയാണ് ഒരു താരതമ്യ പഠനം വേണ്ടത്. കോൺഗ്രസിന് കിട്ടുന്ന ഒരു ഹൈപ്പ് അത് കൃത്യമായും കേഡർ വോട്ടുകളല്ല, അവർക്ക് വന്നു ചേരുന്നതാണ്. ഇത്തവണ എലക്ഷൻ്റെ ഒരു റഫ് പ്രഡിക്ഷൻ പല ദേശീയ മാധ്യമങ്ങളും പറയുന്നത് 70 മുതൽ 90 സീറ്റ് വരെ UDF-ന് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വ്യക്തമായ ഒരു ഭൂരിപക്ഷം UDF-ന് അപ്പോഴും പറയുന്നില്ല. K. സുധാകരൻ വളരെ വ്യക്തമായി പറഞ്ഞു, രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്. K. സുധാകരൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് അരുൺകുമാർ ഇൻ്റർവ്യൂ പോലെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോഴാണ് മറുപടിയായി സുധാകരൻ പറഞ്ഞത്, താൻ പാർട്ടിക്ക് വശംവദനാണ്, താൻ പാർട്ടിയെ വിട്ട് ഒരിടത്തും പോകില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുമ്പോൾ സാധാരണക്കാർ വികാരഭരിതമായി അദ്ദേഹത്തിനോട് വളരെ ശക്തമായി പറയുന്നു, താങ്കൾ കാത്തിരിക്കൂ, താങ്കൾക്ക് അർഹതപ്പെട്ടത് ഇനിയും കിട്ടാനുണ്ട്. അത് ശരി തന്നെയാണ്. കാരണം പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ AICC-യുടെ അംഗമായിട്ടുള്ള K. സുധാകരന് ഇനിയും പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ അവസരം കിട്ടും, കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടും, തീർച്ചയാണ്.